ഹായ് ഡേയ്സ് മഹാലക്ഷ്മി ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പ്രതാപനെ ഒടുവിൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിരിക്കുകയാണ് മോഹിനിയെ അടിച്ചതിൻ്റെയും മോഹിനിയെ ഒരുപാട് ദ്രോഹിച്ചതിൻ്റെയും പേരിൽ മഹാലക്ഷ്മിയാണെങ്കിൽ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ പ്രതാപനെ കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ പറയുന്നുണ്ട് എൻ്റെ മകനെ ഒന്നും ചെയ്യല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള പോലീസുകാരിയാണെങ്കിൽ പറയുന്നുണ്ട് നിങ്ങളെ ഇപ്പം ചെയ്യാൻ വേണ്ടി പോവുകയാണ്, അപ്പോഴല്ലേ നിങ്ങളുടെ മകനെ ചെയ്യാതിരിക്കുമോ? നിങ്ങളുടെ പ്രായത്തിനെ ബഹുമാനിച്ചാണ് ഞങ്ങൾ ഇതുവരെ നിങ്ങളെ തൊടാത്തത്. ഇനി ഇവിടെ കിടന്ന് അധികം ഒച്ച എടുത്താൽ നിങ്ങളെ ഞങ്ങൾ പ്രായത്തിൻ്റെ ബഹുമാനമൊന്നും നോക്കാതെ തല്ലിയെന്ന് വരും. അതുകൊണ്ട് അവിടെ അടങ്ങി നിന്നോ, നിങ്ങൾക്ക് അതായിരിക്കും നല്ലത്. ഇങ്ങനെ തന്നെയായിരിക്കുമല്ലോ നിങ്ങളുടെ മരുമകളെ നിങ്ങളിങ്ങനെ അവനെ കൊണ്ട് അടുപ്പിക്കുമ്പോൾ നോക്കി നിന്ന് ചിരിച്ചതല്ലേ, ഇപ്പം എന്തിനാ ഇങ്ങനെ അലറി വിളിക്കുന്നത്? സ്വന്തം മകനെ അടിച്ചപ്പോൾ നിങ്ങൾക്ക് നൊന്തു അല്ലേ? ആ സ്ത്രീ എന്തുമാത്രം വേദന അനുഭവിച്ചു കാണും. അവരുടെ മുഖം നിങ്ങൾ എന്താക്കിയാണ് മാറ്റിയതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നമ്മുടെ പോലീസുകാരാണെങ്കിൽ. അപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട് അയ്യോ എന്നെ തല്ലല്ലേ, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ ആ പോലീസുകാരനോട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പോലീസ് SI പറയുന്നുണ്ട് നീ ഒന്നും ചെയ്യാതെയാണോ ആ സ്ത്രീയുടെ മുഖം അങ്ങനെ വന്നിരിക്കുന്നത്? എന്തായാലും ഈ കേസിൽ നിന്ന് നീ രക്ഷപ്പെടില്ല പ്രതാപ. നിന്നെ കുറേ കാലമായി ഞാൻ തപ്പി നടക്കുന്നു. ഒരുപാട് കേസുകളിൽ നിൻ്റെ പേരുണ്ടെങ്കിലും സാക്ഷികളോ മൊഴികളോ ഒന്നും നിനക്കെതിരെയല്ലായിരുന്നു. പക്ഷെങ്കിൽ ഇപ്പോൾ എനിക്ക് നിനക്കെതിരെ ഒരു കേസെടുക്കാൻ സാധിച്ചു. ആ മാർക്കോയുടെയും കൂടെ ആവശ്യം തന്നെയായിരുന്നു ഇത്. എന്തായാലും മാർക്കോയ്ക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ ഈ തല്ലാൻ വേണ്ടി പോകുന്നത്. ഒരുപാട് നാളായി നിന്നെയൊക്കെ ഇങ്ങനെ കയ്യിൽ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു. ഒരുപാട് നീ ഓരോ ആൾക്കാരെ ദ്രോഹിച്ചിരിക്കുമല്ലേ, ആ കണ്ണനെ മഹിയെ ഒരുപാട് കൊല്ലാൻ വേണ്ടി ശ്രമിച്ചതല്ലേ, അതിൻ്റെ എല്ലാ കേസും കൂടെ കൂട്ടിച്ചേർത്ത് നിനക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാക്കും പ്രതാപ ഞാൻ നിന്നെ എന്നൊക്കെ SI പറയുന്നുണ്ട്. അപ്പം നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ ഭയങ്കരമായിട്ട് അലറി വിളിച്ച് കരയുന്നുണ്ട്. അപ്പോഴാണ് അവിടെ ഇരിക്കുന്ന പോലീസുകാർ പറയുന്നു നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല അല്ലേ, നിങ്ങളുടെ പ്രായത്തെ ബഹുമാനിക്കും തോറും ഇവിടെ ഇരുന്ന് ഒച്ച എടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ് നമ്മുടെ മുത്തശ്ശിയുടെ കാരണം നോക്കി ഒന്ന് പൊട്ടിക്കുകയാണ് ചെയ്യുന്നത് അവിടെ ഇരിക്കുന്ന SI സ്ത്രീകളൊക്കെ ആണെങ്കിൽ തന്നെ. അങ്ങനെ നമ്മുടെ പ്രതാപനെ ആണെങ്കിൽ നല്ല രീതിക്ക് തന്നെ തല്ലുന്നുണ്ട്. ഒരു സ്ത്രീയെ തൊട്ടാൽ അതിൻ്റെ വകുപ്പും കാര്യങ്ങളും അറിഞ്ഞിട്ട് വേണം ഒരു സ്ത്രീയെ തല്ലാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതുപോലെ കിടന്ന് ഇഞ്ചിഞ്ചായി ജയിലിൽ കിടന്ന് ഇങ്ങനെ നരയിക്കേണ്ടി വരും. ഇപ്പോൾ കേസും കാര്യങ്ങളൊക്കെ വേറെയായി നിനക്കറിയാലോ, സ്ത്രീകൾക്കാണ് മുൻഗണന എന്നൊക്കെ അറിയാലോ, പിന്നെ എന്തിനാടാ ഈ പണിക്ക് പോയെന്നൊക്കെ SI ചോദിക്കുന്നുണ്ട് പ്രതാപനോടാണെങ്കിൽ. അങ്ങനെ പ്രതാപനാണെങ്കിൽ നല്ല ഇടി കിട്ടുന്നുണ്ട് നമ്മുടെ SIയുടെ അടുത്തു നിന്നാണെങ്കിൽ. SI പറയുന്നുണ്ട് ഇനി മേല ഈ പണി നീ ചെയ്തിട്ട് ഒരു കാര്യമില്ല, കാരണം ഇനിയിപ്പോൾ നീ ജയിലിൽ തന്നെ ഇറങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് താമസം എടുക്കും. വേണമെങ്കിൽ ആരെങ്കിലും നിനക്ക് വിളിക്കാൻ ഞാൻ സഹായിക്കാം, അല്ലാതെ എന്നെ കൊണ്ട് വേറൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട് SI ആണെങ്കിൽ. അതിൻ്റെ മുത്തശ്ശിയാണെങ്കിൽ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. അപ്പോൾ പോലീസുകാർ പറയുന്നുണ്ട് അടങ്ങി ഇവിടെ മിണ്ടാതിരുന്നോണം, അല്ലെങ്കിൽ നിങ്ങളുടെ മകൻ്റെ കൂടെ ജയിലിനകത്തിടും. പിന്നെ പ്രായത്തെ ബഹുമാനിച്ചാണ് ഞങ്ങൾ ഇതുവരെ നിങ്ങളൊന്നും ചെയ്യാതിരിക്കുന്നത്. അങ്ങനെ പോലീസുകാരാണെങ്കിൽ നമ്മുടെ മുത്തശ്ശിക്ക് ഫോൺ കൊടുക്കുന്നുണ്ട്. ആരെങ്കിലും ഒരാളെ നിങ്ങൾക്ക് സഹായത്തിനായി വിളിക്കാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പ്രതാപനാണെങ്കിൽ പറയുന്നുണ്ട് കരുണമോളെ വിളിക്കുക, അവൾ എന്തായാലും ഇങ്ങോട്ടേക്ക് വരുന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കരുണയാണെങ്കിൽ നമ്മുടെ മുത്തശ്ശി വിളിക്കുന്നുണ്ട് പോലീസുകാരെ സഹായത്തോടെ കൂടെ തന്നെ. അങ്ങനെ പോലീസുകാരുടെ സഹായത്തോടെ കരുണയാണെങ്കിൽ അവിടെ എത്തുന്നുണ്ട്. അങ്ങനെ കരുണയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ കരുണയ്ക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നുന്നുണ്ട്. കാരണം കരുണ അത്രയേറെ സ്നേഹിക്കുന്ന രണ്ടുപേരാണ് കരുണയുടെ മുത്തശ്ശിയും അച്ഛനും. ആ അച്ഛനും മുത്തശ്ശിയും ലോക്കപ്പിലാണ്. അപ്പോൾ മുത്തശ്ശിയുടെ അടുത്തേക്ക് കരുണ ഓടി വന്ന് പറയുന്നുണ്ട് എന്താ മുത്തശ്ശി, എന്താ സംഭവിച്ചത്, എന്തിനാണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് മോളെ, നിൻ്റെ അമ്മയെ ഒന്ന് ഇവൻ അടിച്ചെന്നുള്ള കാര്യം സത്യം തന്നെയാണ്. പക്ഷെങ്കിൽ അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അപ്പം നമ്മുടെ കരുണ പറയുന്നുണ്ട് എന്തിനാ മുത്തശ്ശി അമ്മയെ അടിക്കാൻ പോയത്, അമ്മ എന്ത് ചെയ്തിട്ടാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അവളാണെങ്കിൽ മഹിയെ കാണാൻ വേണ്ടി പോവുമായിരുന്നു. അപ്പോൾ നിൻ്റെ അച്ഛൻ പറഞ്ഞു ഇപ്പോൾ എന്തായാലും പോവണ്ട, അവളെ ധിക്കരിച്ച് പോകാൻ നേരത്ത് നിൻ്റെ അച്ഛനൊന്ന് അവളെ മുറിയിൽ പൂട്ടിയിട്ടു നല്ലപോലെ ഒന്ന് അടിച്ചു, അത്രയും ഉണ്ടായിരുന്നു മോളെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കരുണ പറയുന്നുണ്ട് ഈ കേസ് ഇവിടം കൊണ്ട് തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം അവർ അങ്ങനെയാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. നമ്മളെ സഹായിക്കാൻ ആരാ അച്ഛൻ ഇനി ഉണ്ടാവുക? ഉണ്ണേട്ടനാണെങ്കിൽ പുറത്തല്ലേ പോയിരിക്കുന്നത് ജോലിക്ക്, ഇനിയിപ്പോൾ എന്തായി തീരും ഇതൊക്കെ എന്നൊക്കെ കരുണയാണെങ്കിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട് പ്രതാപനുമായിട്ടാണെങ്കിൽ. അപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട് മോളെ ഇനി ഒരു വഴി മാത്രമേ ഉള്ളൂ, ആ മഹാലക്ഷ്മിയുടെ കാല് പോയി പിടിക്കുക, അല്ലാതെ വേറൊരു വഴിയില്ല. നിൻ്റെ അമ്മ വിചാരിച്ചാൽ പോലും ഞാനിനി ഇവിടെ നിന്ന് ഇറങ്ങില്ല, കാരണം മഹാലക്ഷ്മിയാണ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. കേസ് ഫയൽ ചെയ്ത് അയാൾ തന്നെ പിൻവലിക്കണം, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഞാൻ ഇവിടെ തന്നെ ഇരിക്കേണ്ടി വരും. എൻ്റെ മോള് എനിക്ക് വേണ്ടി ഇത് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശിയാണെങ്കിൽ മുത്തശ്ശിയോട് നമ്മൾ കരുണ പറയുന്നുണ്ട് മുത്തശ്ശി ഒരിക്കലും സാധിക്കില്ല, എന്തൊക്കെ പറഞ്ഞാലും മഹിയുടെ കാല് പോയി ഞാൻ പിടിക്കുകയില്ല. മുത്തശ്ശിക്കറിയാലോ എനിക്ക് അവളോട് എന്തുമാത്രം വെറുപ്പുണ്ടെന്ന്. ആ മുത്തശ്ശി എന്നോട് ഇങ്ങനെ പറയരുത്, എനിക്കൊരിക്കലും അവളെ പോയി കാല് പിടിക്കാനൊന്നും സാധിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രതാപൻ പറയുന്നുണ്ട് നിൻ്റെ അച്ഛനല്ലേ മോളെ പറയുന്നത്, ഈ അവസ്ഥയിൽ എന്നെ നീ ഇങ്ങനെ സങ്കടപ്പെടുത്താതെ.
അപ്പോൾ കരുണയാണെങ്കിൽ ഒരേ വാശിയിൽ തന്നെ നിൽക്കുകയാണ്. ഞാൻ ഒരിക്കലും പോവില്ല അച്ഛാ, വേറെ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ ഞാൻ അത് ചെയ്യാം, മഹിയുടെ മുമ്പിൽ പോയിട്ട് കാല് പിടിക്കാൻ എനിക്കൊരിക്കലും സാധ്യമല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രതാപൻ പറയുന്നുണ്ട്, നിൻ്റെ അച്ഛനോട് നിനക്ക് ഇച്ചിരിയിലും സ്നേഹമുണ്ടെങ്കിൽ എൻ്റെ പൊന്നുമോൾ ഇത് ചെയ്തിരിക്കണം ഈ അച്ഛന് വേണ്ടി. അച്ഛന് വേറൊരു വഴിയും അറിയില്ല, വേറൊരു വഴി പറഞ്ഞാലും അതൊന്നും ഒട്ടും ശരിയാവുകയില്ല. കാരണം എന്ന് വെച്ചാൽ മഹിയാണ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അവൾ തന്നെ വന്ന് പിൻവലിച്ചാലേ കേസ് ക്ലോസ് ആവുള്ളൂ, അല്ലെങ്കിൽ ജാമ്യം കിട്ടാത്ത വകുപ്പായി അച്ഛൻ ജയിലിൽ കിടക്കേണ്ടി വരും മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പ്രതാപൻ്റെ സങ്കടം സഹിക്കാൻ വയ്യാതെ നമ്മുടെ കരുണയാണെങ്കിലും മഹിയെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് ചെയ്യുന്നത് തന്നെ. അങ്ങനെ മഹിയാണെങ്കിൽ രേഖയുടെ വീട്ടിലാണ് ഉള്ളതെന്നുള്ള കാര്യം മുത്തശ്ശി ഓർമ്മിപ്പിച്ചത് കൊണ്ട് തന്നെ രേഖയുടെ വീട്ടിലോട്ടാണ് നമ്മുടെ മഹാലക്ഷ്മിയെ അന്വേഷിച്ച് പോകുന്നത് തന്നെ കരുണയാണെങ്കിൽ. അങ്ങനെ കരുണയാണെങ്കിൽ മഹിയെ കണ്ട ഉടൻ തന്നെ ഭയങ്കരമായിട്ട് ദേഷ്യത്തോടെ നോക്കുന്നുണ്ട്. എനിക്ക് എൻ്റെ അമ്മയെ കാണണമെന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ കണ്ണനാണെങ്കിൽ മഹിയെ കണ്ട് തിരിച്ചു പോകാൻ നേരത്ത് ആ കാറിൽ അവിടെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെയായിരുന്നു നമ്മുടെ കരുണയെ കണ്ട ഉടൻ തന്നെ അവിടെ നിന്ന് കാറിൻ്റെ ഉള്ളിലോട്ട് നമ്മുടെ കണ്ണൻ മാറി നിന്നത്. അല്ലെങ്കിൽ ഒരു നിമിഷം കണ്ണനെ അവിടെ കണ്ട് അത് വലിയൊരു പ്രശ്നമായി മാറിയേനെ. അങ്ങനെ നമ്മുടെ മഹിയാണെങ്കിൽ പറയുന്നുണ്ട്, നിനക്കിവിടെ അമ്മയുമില്ല ആരുമില്ല, ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യവും ഇല്ല, ഇവിടെ എൻ്റെ അമ്മയാണുള്ളത്, നീ സ്നേഹിക്കുന്നവരൊക്കെ ഇപ്പം ജയിലല്ലേ, അവിടെ ചെന്ന് നീ കാണുക എന്നൊക്കെ മഹി ഇങ്ങനെ തർപ്പിച്ച് പറയുന്നുണ്ട്. അപ്പോൾ രേഖയും പറയുന്നുണ്ട്, എന്തിനാടി നീ ആ അമ്മയെ കൊല്ലാൻ വേണ്ടിയിട്ടാണോ ഇനി വന്നേക്കുന്നത്, ഇതെൻ്റെ വീടാണ്, ഇവിടെ നിനക്ക് കയറണമെങ്കിൽ ഞാൻ സമ്മതിക്കണം എന്നൊക്കെ നമ്മുടെ രേഖ പറയുന്നുണ്ട്. അപ്പോൾ രേഖയും തുറിച്ച് നോക്കുന്നുണ്ട് നമ്മുടെ കരുണയാണെങ്കിൽ. അപ്പോൾ നമ്മുടെ കരുണയ്ക്ക് മനസ്സിലായി, ഇനിയിപ്പോൾ ഇവിടെ നിന്നാൽ എൻ്റെ അച്ഛൻ്റെ ജീവിതമാണ് ഓരോ നിമിഷമായിട്ട് അവിടെ ആപത്താവുന്നത്. ഇവരുടെ മുമ്പിൽ തർക്കിച്ച് നിന്നിട്ട് യാതൊരു കാര്യവുമില്ല, ഇവരോടൊക്കെ ക്ഷമ പറയാം, അല്ലാതെ വേറൊരു കാര്യം ഇവിടെ നടപ്പില്ല എന്നുള്ള കാര്യം നമ്മുടെ കരുണ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കരുണയാണെങ്കിൽ കള്ളക്കരച്ചിൽ കരഞ്ഞ് നമ്മുടെ മഹിയുടെ ആ ഒരു സ്നേഹം പിടിച്ചു പറ്റാനുള്ള ശ്രമത്തിൽ തന്നെയാണ്. കരുണയാണെങ്കിൽ പൊട്ടിക്കരയുന്നുണ്ട്, എൻ്റെ അച്ഛനെ ജയിലിൽ നിന്ന് ഇറക്കണം, എൻ്റെ അച്ഛൻ ഇനി നിങ്ങളെ ആരും തന്നെ ഉപദ്രവിക്കില്ല, എൻ്റെ അച്ഛന് വേണ്ടിയിട്ട് ഞാൻ മാപ്പ് പറയുന്നൊക്കെ കരുണ പറയുന്നുണ്ട്. പക്ഷേ കരുണ ഇന്ന് വരെ നമ്മുടെ മഹിയുടെ മുമ്പിൽ ഇങ്ങനെ താഴുവോ അല്ലെങ്കിൽ കരയോ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ മഹിക്ക് സങ്കടമാവുന്നുണ്ട്. അങ്ങനെ ഇനിയിപ്പോൾ മഹി ആ കേസ് പിൻവലിക്കുകയില്ലെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.